ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 11 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 12-13 ശ്ലോകങ്ങൾ നോക്കാം. അർജുനൻ്റെ വിശ്വരൂപ ദർശനം, അതിൻ്റെ വിവരണം തുടരുകയാണ്. അർജുനൻ കണ്ട ആ വിരാട് രൂപത്തിൻ്റെ വിവരണം വീണ്ടും തുടരുകയാണ്. 12-ാമത്തെ ശ്ലോകം. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാ യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവി, ആകാശത്ത്, സൂര്യസഹസ്രസ്യ, 1000 സൂര്യന്മാരുടെ, ആയിരക്കണക്കിന് സൂര്യന്മാരുടെ, യുഗപദുത്ഥിത, ഒരുമിച്ചുള്ള ഉദയം, യദി ഭവേത്, സംഭവിച്ചാൽ, സാ ഭാഹ, ഉളവാകുന്ന ആ തേജസ്, തസ്യ മഹാത്മാനഃ, ആ മഹാത്മാവിൻ്റെ, അതായത് ആ വിരാട് രൂപത്തിൻ്റെ, ഭാസഃ, തേജസ്സിന്, സദൃശി, സദൃശ്യമായി അഥവാ തുല്യമായി, സ്യാത്, ഭവിക്കും. ആയിരം സൂര്യന്മാരുടെ ഒരുമിച്ചുള്ള ഉദയം സംഭവിച്ചാൽ ഉളവാകുന്ന ആ തേജസ്, അതിന് തുല്യമാണ് ആ വിരാട് രൂപത്തിൻ്റെ തേജസ്, അഥവാ ആ തേജസ്സിന് തുല്യമായി ഭവിക്കും ആ വിരാട് രൂപത്തിൻ്റെ തേജസ്. ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വരൂപത്തിൻ്റെ തേജസ്. ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ എത്രയോ പ്രകാശമാണ് ലോകം മുഴുവൻ പരക്കുന്നത്, പ്രപഞ്ചം മുഴുവൻ പരക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ആ പ്രകാശം, ആ തേജസ്, അത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുകയില്ല. അപ്പോൾ അത്രയും വലിയ തേജസ്സായിരുന്നു, പ്രകാശമായിരുന്നു അർജുനൻ ആ വിരാട് രൂപത്തിൽ ദർശിച്ചത്. വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അർജുനൻ കണ്ട ദൃശ്യം. അത്ര തേജോമയമായിരുന്നു. അപ്പോൾ അത് വിശദീകരിക്കുവാൻ അഥവാ രാജാവിനെ ബോധ്യപ്പെടുത്തുവാൻ യത്നിക്കുകയാണ് സഞ്ജയൻ. എങ്ങനെ പറഞ്ഞാലാണ് അതിൻ്റെ ആ തേജസ്സിനെ വർണ്ണിക്കുക? അതുകൊണ്ടാണ് 1000 സൂര്യന്മാരുടെ ഒരുമിച്ചുള്ള ഉദയത്തോട്, അതിൻ്റെ തേജസ്സിനോട് ആ ദൃശ്യത്തെ ഉപമിക്കുന്നത്. പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രതീകവും കൂടിയാണ്. അതുകൊണ്ട് പരമമായ ജ്ഞാനത്തിൻ്റെ ആ പ്രഭയാണ് ആ വിശ്വരൂപത്തിൽ നിന്നും പ്രസരിക്കുന്നത്. ആ പരമമായ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഈശ്വരൻ. അപ്പം അങ്ങനെയും കൂടി അതിനൊരു അർത്ഥം നമുക്കെടുക്കാം. വാക്കുകൾക്ക് അതീതമായ ഒരു ദൃശ്യാനുഭൂതിയായിരുന്നു ഭഗവാന്റെ ആ വിരാട് രൂപദർശനം അർജുനനിൽ ഉളവാക്കിയത്. ഇനി 13-ാമത്തെ ശ്ലോകം. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. തഥാ, അപ്പോൾ, തത്ര, അവിടെ, പാണ്ഡവ, പാണ്ഡവൻ അതായത് അർജുനൻ, ദേവദേവസ്യ ശരീരേ, ദേവദേവനായ ഭഗവാന്റെ ശരീരത്തിൽ അനേകധാ
പല വിധത്തിൽ പ്രവിഭക്തം കൃഷ്ണം ജഗത്, വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ ജഗത്ത് മുഴുവനും, പലതരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ ജഗത്ത് മുഴുവനും ഏകസ്ഥം, ഒന്നു ചേർന്നിരിക്കുന്നതായി അപശ്യത്, കണ്ടു. അപ്പോൾ അവിടെ അർജുനൻ ഭഗവാന്റെ ശരീരത്തിൽ പലവിധമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നു ചേർന്നിരിക്കുന്നതായി കണ്ടു. അതായത് ഈ പ്രപഞ്ചം മുഴുവനും വിവിധ രൂപങ്ങളിൽ വിവിധങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാന്റെ ശരീരത്തിൽ ഒറ്റ രൂപമായി അർജുനൻ കണ്ടു, ഒന്നു ചേർന്നിരിക്കുന്നതായി അർജുനൻ കണ്ടു എന്നാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവത് ശരീരത്തിൽ അർജുനൻ ദർശിച്ചു എന്നർത്ഥം. വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ശരീരത്തിൽ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും സ്ഥിതി ചെയ്യുന്നതായി അർജുനൻ കാണുകയാണ്. പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, ആകാശഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ഇവയെല്ലാം വിവിധങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഇവയെല്ലാം ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളെന്ന പോലെ, ഒരു ശരീരത്തിലെ കയ്യ്, കാല്, തല എന്നൊക്കെ പറയുന്നത് പോലെ ഈ സംഗതികളെല്ലാം ഒരു ശരീരത്തിലെ അവയവങ്ങളെന്ന പോലെ ഒറ്റ ശരീരമായി അർജുനൻ കാണുകയാണ്. അതാണ് വിശ്വരൂപദർശനം എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രണ്ട് സേനകളുടെയും മധ്യത്തിൽ നിർത്തിയിരിക്കുന്ന രഥത്തിൽ വച്ചാണ് ഭഗവാൻ ഈ ദർശനം നൽകിയത്. എന്നാൽ ആ രൂപം അർജുനന് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. മറ്റാരും തന്നെ ഇതറിയുന്നത് പോലുമില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കാഴ്ച മറ്റുള്ള അവിടെ വച്ച് എല്ലാവരും കാണുകയാണെങ്കിലുള്ള സ്ഥിതി എന്താ? മറ്റാർക്കും അത് കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം ഉൾക്കണ്ണിലൂടെയാണ് അർജുനൻ ഈ ദൃശ്യം കാണുന്നത്. ഭഗവാൻ കൊടുത്ത ദിവ്യദൃഷ്ടിയിലൂടെ, ഉൾക്കണ്ണിലൂടെയാണ് ഈ ഭഗവാന്റെ ഈ രൂപം അർജുനൻ ദർശിക്കുന്നത്, ബാഹ്യനേത്രങ്ങൾ കൊണ്ടല്ല എന്നർത്ഥം. യശോദ ഉണ്ണിക്കണ്ണൻ്റെ വായ്ക്കകത്ത് പ്രപഞ്ചം മുഴുവൻ കണ്ടതുപോലെ അർജുനൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവത് ശരീരത്തിൽ ഉൾക്കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും കാണുകയാണ്. ഇതിപ്പോൾ ഒരു അർജുനന് മാത്രമല്ല, ഇതിപ്പോൾ അർജുനന് ഭഗവാൻ ആ ദിവ്യദൃഷ്ടി നൽകിയത് കൊണ്ട് അദ്ദേഹം കാണുന്നു. ഈ ദിവ്യദൃഷ്ടി നമുക്കും നേടിയെടുക്കാം. ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോയി യോഗയുക്തനായി മാറിയാൽ നമുക്കും ഈ രൂപം നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അതാണ് ഭഗവാൻ ഇവിടെയും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ യോഗയുക്തരായി മാറണം. എല്ലാവർക്കും അർജുനനെ പോലെ ഭഗവാന്റെ സാമീപ്യം, അർജുനന് കിട്ടിയതുപോലുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. നമ്മൾ ആധ്യാത്മിക പാതയിൽ മുന്നേറി ആ അവസ്ഥയിലേക്ക്, യോഗയുക്തൻ്റെ ഭാവത്തിലേക്ക് എത്തിയാൽ നമുക്കും ഈ ഭഗവാന്റെ ഈ വിശ്വരൂപദർശനം ലഭ്യമാകും എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അർജുനൻ കാണുന്ന ആ വിവരിക്കാനാവാത്ത രൂപത്തെപ്പറ്റിയാണ് വീണ്ടും വിവരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.